സക്സസ് ആയ ആളുകളുടെ സ്റ്റോറികൾ മാത്രം. അതെ. ഫെയിലിയർ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അതെ, അതെ. അവര് ഇപ്പൊ കാണുന്ന സക്സസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ ഫെയിലായി വീണ്ടും നെക്സ്റ്റ് സ്റ്റെപ്പിൽ ട്രൈ ചെയ്തു. ഉം. ദെൻ നെക്സ്റ്റ് സ്റ്റേജിൽ സക്സസ് ആവുന്ന ആളുകളായിരിക്കാം. ഉം. അപ്പോൾ റിയൽ കേരള സ്റ്റോറിയിൽ നമ്മൾ വരുന്ന സമയത്ത് എക്സാക്ട്ലി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ചിലത് പറയാൻ എളുപ്പമായിരിക്കും. ഉം. ഉം. പേപ്പറിൽ എഴുതി വെക്കാൻ എളുപ്പമാണ്. അതെ, അതെ. തിയററ്റിക്കലി വളരെ ഈസി ആയിരിക്കും. അതെ, അത് സത്യം. ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അവിടെയാണ് നമ്മുടെ റിയൽ സ്ട്രഗിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ, അതെ. അപ്പൊ നമ്മൾ ഈ കാണുന്ന മൊബൈലിൽ കാണുന്ന ഈ ഒരു സെഗ്മെന്റ് നമുക്ക് ചെയ്യാമെന്ന് ഞാൻ ആലോചിക്കുന്നതിന് മുന്നേ ഉം. 1000 ആളുകൾ ആലോചിച്ചിട്ടുണ്ടാവും. അതെ, അതെ. അല്ലെങ്കിൽ ഒരു 10,000 ആളുകൾ ആലോചിച്ചിട്ടുണ്ടാവും. അതെ. അവരിറങ്ങിയിട്ടും ഉണ്ടാവും. അതെ. പക്ഷെ നമ്മുടെ ഒരു സ്റ്റേജിൽ സെഗ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഉം. നമ്മളതില് പഠിക്കാൻ ശ്രമിച്ചു. ഉം. 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 ഒരുപാട് കാര്യങ്ങൾ അതായത് അറിവില്ലാത്ത കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിച്ചു. അതെ, അതെ, അതെ. ഒരുപാട് നോളജ് നമ്മൾ നേടി ആ ഒരു കാര്യത്തിൽ. അതെ, അതെ. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് തുടങ്ങണം. ഉം. അതല്ലെങ്കിൽ ഇത് ചെയ്യണം. ഉം. ആ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഒരു ഒബ്സ്റ്റാക്കിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. ഉം. ഉം. ഒരു ഒബ്സ്റ്റാക്കിൾ തന്നെ പല ടെസ്റ്റ് ഫേസുകളും വരുന്നുണ്ട്. ഉം. ഉം. നമ്മൾ ഒരു സംഭവം നമ്മൾ ചെയ്യും, സേഫ് ആണെന്ന് നോക്കും. ഉം. അത് നമുക്ക് ഫോർമാറ്റ് കറക്റ്റ് അല്ലെങ്കിൽ ഉം. നമുക്കത് മാറ്റണം. ഓക്കെ. അപ്പൊ നമ്മൾ ആ ടൈമിൽ തന്നെ ഈ ഒബ്സ്റ്റാക്കിൾസിന്റെ മുകളിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഉം. അതല്ലെങ്കിൽ ഒരുപാട് പ്രൊഡക്ഷൻ കോസ്റ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഉം. ഉം. അങ്ങനെയാണ് നമ്മൾ ഓരോ ഒബ്സ്റ്റാക്കിൾസും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 40 50 ഒബ്സ്റ്റാക്കിൾസ് സെലക്ട് ചെയ്ത് ഓക്കെ. അതിൽ നിന്ന് 20 ഒബ്സ്റ്റാക്കിൾ നമ്മൾ സോർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അത് അത്രയും ടെസ്റ്റ് ഫേസ് കഴിഞ്ഞതാണ്.